ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് അറിയാം, ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ ഇപ്പോൾ റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ഒക്കെ ആണെങ്കിൽ കർട്ടൻ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹോൾസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡ്രിൽ ചെയ്യാനോ ആണി അടിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഹോൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആണി അടിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ടെൻഷൻ റോഡ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലതുപോലെ കർട്ടൻ ഇടുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ, ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അതേപോലെ ഇതിൽ ആ കർട്ടൻ ഇടുന്നത് എങ്ങനെയാണെന്ന് മാത്രമല്ല കേട്ടോ, ഇത് എങ്ങനെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റുന്നതെന്നോ കഴുകാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും പിന്നെ എന്താണ് ടെൻഷൻ റോഡെന്നും അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഈ കർട്ടൻ ഇടാൻ പോകുന്നത് നമ്മളുടെ വാഷ്റൂമിലാണ്. വാഷ്റൂമിൽ ടബ് ഏരിയ ഉണ്ട്. അപ്പോൾ ടബ് ഏരിയ എന്നുള്ള വെള്ളം താഴേക്ക് വന്നിട്ട് ആ താഴത്തെ ഫ്ലോറും കൂടി നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കർട്ടൻ ഇടാമെന്നാണ് വയ്ക്കുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും കാണാനായിട്ട് പറ്റും, ഇവിടെ ടൈൽസ് ആണുള്ളത്. അപ്പോൾ ആ ടൈലിൽ ഡ്രിൽ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. ഇപ്പം നമ്മൾ ആണി അടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് പോവാതെ ടെൻഷൻ റോഡ് വെച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് കർട്ടൻ ഇടുന്നതെന്നാണ് കാണുന്നത്. ആദ്യം നമുക്ക് ടെൻഷൻ റോഡ് എന്താണെന്ന് കാണാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ടെൻഷൻ റോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ആവശ്യമുള്ള വലിപ്പം അനുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഈ കർട്ടനും ബെഡ്ഷീറ്റ്സ് ഒക്കെ വെക്കുന്ന ഷോപ്സ് ഉണ്ടല്ലോ, അപ്പം അവിടെ എവിടെയാണെങ്കിലും അവൈലബിൾ ആണ്. ഇനി അത് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ പോവാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോഴൊക്കെ ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ നടുക്ക് കാണുന്ന ആ ഒരു ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റിൽ നിന്നാണ് ഇതിൻ്റെ ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാനും ഇനി അത്രയും ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നതും ഒക്കെ ഈ സെന്ററിൽ കാണുന്ന ഈ ഒരു ജോയിന്റ് പോർഷനാണ്. ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു റോഡിൻ്റെ മാക്സിമം വലിപ്പത്തിൽ വരെ എത്തിച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതേസമയം നമ്മൾ ഈ കർട്ടൻ ഇടാൻ പോകുന്ന ഒരു ചെറിയ ഏരിയയിലാണ്, അധികം വിട്ടില്ലാത്ത ഏരിയയിലാണെങ്കിൽ അതിനനുസരിച്ച് ഇതിനെ ചെറുതാക്കാനും പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വരുന്ന എല്ലാ ടെൻഷൻ റോഡിനും അതിൻ്റെ ഒരു മാക്സിമം ലെങ്തും ഉണ്ടാവും, ഒരു മിനിമം ലെങ്തും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഉപയോഗിക്കുന്ന കർട്ടനും അതിൻ്റെ കൂടെയുള്ള ആക്സസറീസും കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കർട്ടൻ എന്ന് പറയുന്നത്. ഇത് വാഷ്റൂമിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നോർമൽ, ഇപ്പം നമ്മൾ റൂമിനുള്ളിലൊക്കെ ഇടുമ്പോഴത്തേക്കിനും മിക്കവാറും ക്ലോത്ത് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് വാഷ്റൂമിലേക്ക് വേണ്ടി ആയതുകൊണ്ട് ഇത് പ്യുവർ ക്ലോത്ത് അല്ല, ഇതിനൊരു പ്ലാസ്റ്റിക് മിക്സ് വരുന്നതാണ് കേട്ടോ. അപ്പം അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള ഹോൾസ് ഉണ്ടാവും. ആ ഹോളിലേക്ക് നമുക്കിങ്ങനെ കൊളുത്തിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു കൊളുത്ത് പോലത്തെ ഒരു റിങ് പോലത്തെ സംഭവം കൂടി എടുക്കും. അപ്പോൾ ഇത് വാഷ്റൂമിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് രണ്ട് സൈഡിലായിട്ട് ഇതിനെങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വോളൊക്കെ ഉള്ള എവിടെയാണെങ്കിലും ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഓപ്പൺ കിച്ചണൊക്കെ ഉള്ള ആളുകൾക്ക് അവിടെ ഒരു ഡോർ ഉണ്ടായിരിക്കത്തില്ലല്ലോ. അപ്പം ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു കർട്ടൻ ഇട്ടിട്ട് ഒന്ന് മറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും കിച്ചണിനൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു സ്പേസ് ഉണ്ടാവും, രണ്ട് സൈഡിൽ വോൾ ഉണ്ടാവും. അപ്പം അവിടെയും ഇതേപോലെ തന്നെ ടെൻഷൻ റോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കർട്ടൻ ഇടാം. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് മിക്സ് വരുന്നതാണ്. അപ്പം ക്ലോത്ത് ആകുമ്പോൾ പെട്ടെന്ന് നനഞ്ഞങ്ങ് പോകുമല്ലോ. അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മളിപ്പം വെള്ളമൊക്കെ വീണാലും അതങ്ങനെ തെറിച്ചങ്ങ് നിന്നോളും, ഫുള്ളായിട്ടങ്ങ് നനഞ്ഞ് കുതിരത്തില്ല. അപ്പം ഇത് നോക്കുമ്പോഴത്തേക്കിനും കാണാം ഈ ഒരു രണ്ട് സൈഡിലായിട്ട് നമുക്ക് വോളുണ്ട്. അപ്പം ഈ വോളിൽ അഡ്ജസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഈ റോഡിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നടുക്കുള്ളൊരു ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മൾ തിരിക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ലെങ്ത് കൂടി വരും. എന്നിട്ട് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ഇത് രണ്ടും രണ്ട് സൈഡിലായിട്ട് കറക്റ്റ് ലെങ്തിൽ വന്നേക്കുന്നത് പോലെയും അവിടെ നമുക്കത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെന്ന് തോന്നുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കിനും നമുക്കതങ്ങ് അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ് നമുക്ക് ടെൻഷൻ റോഡ് വെച്ചിട്ട് കർട്ടൻ ഇടാനായിട്ട്. ഇനി ഇതേപോലെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂമിന്റെ ഉള്ളിലൊക്കെയാണ് കർട്ടൻ ഇടുന്നതെങ്കിൽ ചില സമയത്ത് നമുക്ക് കർട്ടൻ ഒന്ന് കെട്ടി വെക്കണം എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു ടൈ യൂസ് ചെയ്യാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ആണ്. അപ്പം ഇതിന് രണ്ട് സൈഡിലായിട്ടൊരു മാഗ്നറ്റ് ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞ് കെട്ടിയിടുകയൊന്നും വേണ്ട. അപ്പം ഇത് മാഗ്നറ്റിക് ടൈയും കൂടെ ആയത് നമ്മൾ കെട്ടിയിടുന്നതിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. വലിയ കർട്ടൻ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ചുറ്റിയാലും മതിയായിരിക്കും. ചെറിയ കർട്ടൻ ആണെങ്കിൽ 2 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞ് ഈ രണ്ട് മാഗ്നറ്റും കൂടെ അടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും കേട്ടോ. പല കളറിലുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ കളർ തീമിലൊക്കെ വെച്ചിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് പല കളറിലുള്ളത് കിട്ടും.
ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അഴിച്ചു മാറ്റുന്നതെന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്തില്ലേ, അതേപോലെ ആ ഒരു ഇതിന്റെ മുകളിൽ നമ്മളൊന്ന് പിടിച്ചിട്ട് ആ ഒരു ജോയിന്റിന്റെ പോർഷനിൽ ഒന്ന് തിരിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു റോഡിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കിത് ഊരി മാറ്റാം. അപ്പം ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണം അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പം അത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഉള്ളൂ. അപ്പം ഇവിടെയും ഇതിനെ ഞാൻ നടുക്കുന്ന് ടൈ ചെയ്യുന്നില്ല. ടൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിനുള്ളിലൊക്കെയാണ് കേർട്ടൻ ഇടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെയുള്ള മാഗ്നറ്റിക് ടൈ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ടൈ ചെയ്ത് വെക്കാം നടുക്ക്. അപ്പം ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിനും മനസ്സിലായിട്ടുണ്ടാവും ടെൻഷൻ റോഡ് ഉപയോഗിച്ചിട്ട് എത്ര എളുപ്പത്തിൽ നമുക്ക് ഡ്രില്ല് ചെയ്യുവോ ആണിയടിക്കുവോ മറ്റൊരാളുടെ സഹായം കൂടാതെ തന്നെ കേർട്ടൻ ഇടാം എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.